രാത്രി പൊള്ളുന്ന പനിയോടെ വിറച്ചുകൊണ്ട് പിച്ചും പേയും പറയുന്ന അപ്പൂനെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ച് ഒരേ ഇരിപ്പിരുന്നു കാശി. മരുന്ന് കൊടുത്തുവെങ്കിലും പനി വിടുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടെ നനച്ചെടുത്ത തുണി കൊണ്ട് ആ കഴുത്തും മുഖവും പതിയെ തുടച്ചു കൊടുത്തു. ചൂടുവെള്ളം കുടിപ്പിച്ചും അവളെ പൊതിഞ്ഞു പിടിച്ചും നെടുകയിൽ ചുണ്ടു ചേർത്ത് വെച്ചും ഇരുന്നു അവൻ. രാത്രി കൂടെ കിടക്കാമെന്ന് ഉഷ പറഞ്ഞുവെങ്കിലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവരെ അമലിനൊപ്പം തിരികെ വിടുകയായിരുന്നു കാശി. ഇടയ്ക്കിടയ്ക്ക് വേദന കൊണ്ട് ഞെരങ്ങിയും മൂളിയും അവൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ച് പെണ്ണ് കിടന്നു. ആ പനിച്ചൂട് അടിച്ച് കഴുത്ത് പൊള്ളും പോലെ തോന്നി കാശിക്ക്. അന്ന് ആദ്യമായി ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് തോന്നിപ്പോയിരുന്നു അവന്. ആ ചിന്ത നെഞ്ചിൽ നിറയുമ്പോഴൊക്കെയും അപ്പൂൻ്റെ നെറ്റിയിലെ മുറിവിൽ മൃദുവായി ചുണ്ടു ചേർത്തുകൊണ്ടിരുന്നു കാശി. ആരില്ലെങ്കിലും ഇനിയെന്നും നീ കൂടെ ഉണ്ടാവുമല്ലോ എന്നും അവനുമായി അവൻ്റെ ഹൃദയവും മൊഴിയുന്നുണ്ടായിരുന്നു. എന്ത് ഭ്രാന്താണ് ആദ്യേട്ടാ പറയുന്നേ? ഗോവൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാമെന്നോ? ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ യാത്ര. ഇതിപ്പോൾ എല്ലാം സെറ്റാക്കി പോകാൻ സമയം നോക്കിയിരുന്നിട്ട് ഗോവയിലേക്കുള്ള യാത്ര മാറ്റിവെക്കാമെന്ന് ആദ്യ പറഞ്ഞതും സോണി പൊട്ടിത്തെറിച്ചു. സോണി മോളെ, എനിക്കറിയാം നീ ഈ യാത്ര ഒരുപാട് ആഗ്രഹിക്കുന്നത് ആണെന്ന്. പക്ഷേ ഇപ്പം നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ പറഞ്ഞുകൊണ്ട് ആദ്യം അവളെ ചേർത്ത് പിടിക്കാൻ നോക്കി. വിടെന്നെ. ഇപ്പോൾ യാത്ര മാറ്റിവെക്കാൻ മാത്രം എന്താ ഇവിടെ സംഭവിച്ചത്? ആദ്യം തട്ടി മാറ്റിക്കൊണ്ട് അവൾ തിരക്കി. നീ ഇതെന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? അമ്മയ്ക്ക് സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ അല്ലേ കൂടെ നിന്ന് നോക്കേണ്ടത്? ആദ്യം വീണ്ടും അവളോട് പറയാൻ ശ്രമിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളുടെ അമ്മ പുണ്യപ്രവൃത്തി ഒന്നും ചെയ്തപ്പോൾ സംഭവിച്ചതല്ലല്ലോ ഇത്. ആ പെണ്ണിനെ ദ്രോഹിച്ചതിന് കിട്ടിയ സമ്മാനമല്ലേ? പറഞ്ഞു സോണിയുടെ ഒച്ച ഉയർന്നു. ഒന്ന് പതുക്കെ പറയേ. ഇതൊരു ഹോസ്പിറ്റൽ റൂം ആണെന്ന് ഓർമ്മ വേണം. പുറത്ത് വേറെ ആളുകളുണ്ടാവും. ആദി മടുപ്പോടെ പറഞ്ഞു. ആദിയേട്ടാ, യാത്ര മാറ്റിവെക്കാൻ പറ്റില്ല. പിന്നെ അമ്മായിയെ അമ്മാവനും അമ്മയും അച്ഛനും കൂടെ നോക്കിക്കോളും. ആ പേര് പറഞ്ഞ് ഇനി ഒഴിയാൻ നോക്കേണ്ട. സോണി ഒരു തീർപ്പ് പോലെ പറഞ്ഞിട്ട് ആദിയുടെ മറുപടി അറിയാൻ അവനെ നോക്കി കൈയും കെട്ടി നിന്നു. സോണി, അമ്മ ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങിപ്പോയാൽ മറ്റുള്ളവരെന്താ കരുതുക? ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു പൊന്തുമ്പോഴും അവളോട് മുഖം കറുപ്പിക്കാനോ ഒച്ച ഉയർത്താനോ ആവാതെ ആദ്യ തിരക്കി. ഇവിടെ ആരെന്ത് കരുതാൻ? എൻ്റെ അമ്മയും അച്ഛനല്ലേ, അവരൊന്നും കരുതില്ല. അവർക്ക് ഞാൻ പോയി എൻജോയ് ചെയ്യുന്നതിൽ സന്തോഷമേ ഉണ്ടാകും. വേണേൽ ആദിയേട്ടൻ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചു നോക്ക്. ആദി പോകാൻ തയ്യാറാകും എന്ന് തോന്നിയതും അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി നെഞ്ചോട് ഒട്ടിച്ചേർന്ന് നിന്ന് സോണി പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഗോവൻ ട്രിപ്പിന് തയ്യാറാകുമ്പോൾ ആദി അറിഞ്ഞിരുന്നില്ല അഭിപ്രായം ഏതുമില്ലാതെ വിട്ടുകൊടുക്കലിൽ മാത്രമായി ഇനി അങ്ങോട്ട് തൻ്റെ ജീവിതം മാറുമെന്ന്. അപ്പൂനെ നെഞ്ചോട് ചേർത്ത് ഹെഡ് ഡ്രസ്സിൽ ചാരിയിരുന്നു മയങ്ങിയ കാശി വെളുപ്പിനെ എപ്പോഴോ ആണ് ഉണർന്നത്. അവൻ വെപ്രാളത്തോടെ അവളുടെ കഴുത്തിലും നെറ്റിയിലുമൊക്കെ തൊട്ടു നോക്കി. ചൂട് കുറവുണ്ട് എന്ന് കാണാൻ ആശ്വാസത്തോടെ ആ നെറ്റിയിൽ ചുണ്ടൊന്ന് ചേർത്ത് പതിയെ പെണ്ണിനെ ബെഡിലേക്ക് കിടത്തി പുതപ്പിച്ചു. വീണ്ടും ഒരിക്കൽ കൂടെ ബെൽ മുഴങ്ങവേ ഉടുത്തിരുന്ന കാവ്യമുണ്ട് ഒന്ന് അഴിച്ചു മുറുക്കി കൊടുത്തുകൊണ്ട് അവൻ വന്നതാരാണെന്ന് നോക്കാനായി പോയി. അപ്പൂന് എങ്ങനെയുണ്ട് കാശി? രാത്രി പനിച്ചോ അവള്? കാശി വാതിൽ തുറന്നതും കയ്യിലൊരു കവറും ഫ്ലാസ്കും ഒക്കെയായി നിന്ന് ഉഷ തിരക്കി. രാത്രി നല്ല പനിയായിരുന്നു ആൻറ്റി. എന്തൊക്കെയോ പറഞ്ഞു. ഞെട്ടി ഉണർന്നുമൊക്കെ ആകെ പ്രശ്നമായിരുന്നു. പിന്നെ വെളുപ്പിനെ എപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്. പറയുമ്പോഴേക്കും കാശി തിരിഞ്ഞ് റൂമിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അതറിയുന്നത് കൊണ്ടാണ് രാത്രി ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നീ കേട്ടില്ലല്ലോ. കയ്യിലിരുന്ന സാധനങ്ങളുമായി ഉഷ അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. ഇന്നലെ കൊച്ചിന് തീരെ വയ്യായിരുന്നു അല്ലേടാ? നിന്റെ മുഖവും കണ്ണുമൊക്കെ ചുവന്നിട്ടുണ്ട്. ഉറക്കം നിൽക്കുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. വണ്ടി ഒതുക്കി വെച്ച് കയറി വരുന്നതിനിടെ അമൽ തിരക്കി. അവൾക്ക് തീരെ വയ്യായിരുന്നടാ. കുഞ്ഞു പിള്ളേരെ പോലെ മയക്കത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. കണ്ടിരിക്കാൻ വയ്യായിരുന്നു അവളുടെ അവസ്ഥ. എൻ്റെ കൊച്ചിനെ ഈ അവസ്ഥയിലാക്കി ആ സ്ത്രീയെ. പല്ല് കടിച്ചു ഞെരിച്ചുകൊണ്ട് കാശി പറഞ്ഞു. അമൽ ഒരു പുഞ്ചിരിയോടെ കാശിയുടെ മാറ്റം നോക്കി കാണുകയായിരുന്നു. എന്നാ മോനെ, ഈ ചായ ചൂടോടെ അങ്ങ് കുടിച്ചേ. ഇന്നലെ മുതൽ നേരെ ചൊവ്വെ ഒന്നും കഴിക്കാതെ ഇരിക്കുവല്ലേ? ഉഷ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചായ ഒരു കപ്പിൽ ഒഴിച്ചെടുത്ത് അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മോളെ വിളിച്ചുണർത്തണോ കാശി? ഞാൻ പോയി നോക്കി. നല്ല ഉറക്കത്തിലാണ് ആള്. ചായ അവൻ വാങ്ങുന്നതിനിടെ ഉഷ തിരക്കി. ഇപ്പോൾ വിളിക്കേണ്ട ആന്റി, ഉറങ്ങട്ടെ. വെളുപ്പിന് 4 മണി വരെ നന്നേ പനിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും അവളുടെ ഉറക്കം ശരിയായില്ല. കുറച്ചുകൂടെ നോക്കാം. ഉണർന്നില്ലെങ്കിൽ വിളിച്ചുണർത്താം. ചായ മുത്തി കുടിക്കുന്നതിനിടെ കാശി പറഞ്ഞു. ആ പെണ്ണുപിള്ളയ്ക്ക് ഇന്നലെ രാത്രി തന്നെ കൈക്ക് ഓപ്പറേഷൻ ചെയ്തെന്ന് ഇന്ന് രമണി പാലും കൊണ്ട് വന്നപ്പോൾ പറഞ്ഞതാണ്. അവർക്കരികിൽ ഒരു കസേര നീക്കിയിട്ടിരുന്നിട്ട് ഉഷ പറഞ്ഞു. എൻ്റെ അപ്പൂനെ നോവിച്ചിട്ട് അവരങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ വിടുമോ? തീർന്നില്ല. ഇനി അവളെ തൊട്ടാൽ ആ കൈ ഇനി അവർക്ക് വേണ്ടാന്ന് വിചാരിക്കും ഞാൻ. പക നിറഞ്ഞ ശബ്ദത്തിൽ കാശി പറഞ്ഞു. പണ്ട് നിന്നെ ദ്രോഹിച്ചപ്പോൾ ഇതുപോലെ തിരികെ കൊടുത്തിരുന്നുവെങ്കിൽ അവർ ഇങ്ങനെ പന പോലെ വളരില്ലായിരുന്നു കാശി.
അന്ന് എന്നെ ദ്രോഹിച്ച സമയത്ത് എനിക്ക് വേണ്ടി ആരോട് ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നത് അച്ചച്ചനും അച്ചച്ചമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ വാക്കുകൾക്ക് അന്നും ആ സ്ത്രീ വില കൽപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ആ 10ാം വയസ്സിൽ അവരെന്നെ ഇവിടുന്ന് മാറ്റിയത്. അതുപോലെ അപ്പുവിനെ സുരക്ഷിതമാക്കാൻ അവർക്ക് കഴിഞ്ഞതുമില്ല. പക്ഷെ അതുപോലല്ല ഇനി അവൾക്ക് വേണ്ടി ചോദിക്കാൻ ഞാനുണ്ട്. വിടില്ല ഞാൻ അവരെ. വേദന എന്താണെന്ന് ഞാൻ ശരിക്കും അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഹേമയ്ക്ക്. അപ്പുവിൻ്റെ വെളുത്ത കൈവെണ്ണയിൽ കണ്ട ചുവന്നതും നീരിച്ചതുമായ പാടുകൾ ഓർത്തുകൊണ്ട് പകയോടെ കാശി മുരണ്ടു. കാശിയുടെ കണ്ണുകളിൽ തെളിഞ്ഞ ചുവപ്പ് കാണെ അവനെ സമാധാനിപ്പിക്കണം എന്നോണം ആ കൈകളിൽ മുറുകെ പിടിച്ചു അമൽ. അടുത്ത ആഴ്ച പോയാൽ പോലെ മോളെ. ആളുകൾ അറിഞ്ഞാൽ തന്നെ എന്തു പറയും? സോണിക്ക് ഗോവൻ ട്രിപ്പ് ഒഴിവാക്കാൻ താല്പര്യമില്ലാന്ന് അറിഞ്ഞതോടെ സരിത ഒരു നയത്തെ തിരക്കി. ആരെന്ത് പറഞ്ഞാൽ എനിക്കെന്താ? ഞാൻ അവരുടെ ചിലവിലാണോ കഴിയുന്നത്? ദേഷ്യത്തിൽ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് സോണി തിരക്കി. ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല. എല്ലാം നിന്റെയും നിന്റെ അച്ഛൻ്റെയും തീരുമാനമാണല്ലോ. നടക്കട്ടെ. സോണിയുടെ ദേഷ്യം കണ്ടതോടെ സരിത കൂടുതൽ പറയാതെ അവിടുന്ന് പിൻവാങ്ങി. സോണി, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെടി ട്രിപ്പ് പോകുന്നത്? സരിത പുറത്തേക്ക് ഇറങ്ങിപ്പോയതും ആദി ദയനീയമായി അവളോട് തിരക്കി. ഇനി ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ നാളെ രാവിലെ പോവും. അമ്മയുടെ കാര്യം ഓർത്ത് ആദ്യേട്ടൻ വിഷമിക്കേണ്ട. അതൊക്കെ അച്ഛനും അമ്മയും ഒക്കെ നോക്കിക്കോളും. നിസ്സാരമായി പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ പോകുന്നത് നോക്കി നിന്നവൻ്റെ കണ്ണുകളിൽ നനവൂറി. അപ്പോ ഡാ, എഴുന്നേക്കടാ. ഇപ്പൊ ദേ ചൂടിത്തിരി കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് പല്ലൊക്കെ തേച്ച് ആഹാരവും മരുന്നും കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അവൾക്കരികിലിരുന്ന് കാശി മെല്ലെ അവളെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. പല്ല് തേക്കണ്ട കാശിയേട്ടാ, വേദനിക്കും. തളർച്ചയോടെ കണ്ണുകൾ വലിച്ചു തുറന്ന് പെണ്ണ് പതിയെ പറഞ്ഞു. വേദനിക്കില്ല. കാശിയേട്ടൻ്റെ കുഞ്ഞ് പതിയെ ഒരിടത്ത് ഇരുന്ന് തേച്ചാൽ മതി. എന്നിട്ട് ചെറു ചൂടുവെള്ളം കൊണ്ട് വായും കഴുകിയാൽ ഒന്ന് ആശ്വാസം കിട്ടും. അവളുടെ വിങ്ങിയ ചുണ്ടിലും നീര് വെച്ച ഇടത് കവിളിലും കണ്ണിലും ഒക്കെ നോക്കി കാശി വേദനയോടെ പറഞ്ഞു. പേടിയാവുന്നു. കണ്ണ് നിറച്ചിരുന്ന് അപ്പു പറഞ്ഞു. എന്തിനാടാ? അവൻ ആ കവിളിൽ പതിയെ കൈവച്ചുകൊണ്ട് തിരക്കി. പല്ല് തേക്കുമ്പം ചുണ്ട് വേദനിച്ചാലോ? വായുടെ അകത്തൊക്കെ വേദനിക്കുന്നുണ്ട്. ചുണ്ടിൽ തട്ടാതെ പതിയെ തേക്കാം. ഞാനെല്ലാം എടുത്തു തരാം, വാ. അവളുടെ സംസാരം കേൾക്കെ നിറഞ്ഞുപോയ കണ്ണുകൾ ഒളിപ്പിച്ചുകൊണ്ട് അവൻ അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അവൻ പറഞ്ഞതിന് അനുസരണയോടെ ഒന്ന് മൂളിയിട്ട് മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് കാശിയുടെ മുഖത്തേക്ക് തളർന്ന ഒരു നോട്ടം നോക്കി അപ്പു. ബാത്റൂമിൽ പോണമെങ്കിൽ പോയിട്ട് വാ. കാശിയേട്ടൻ ഇവിടെ നിന്നോളാം. ഡോർ അടയ്ക്കണ്ട കേട്ടോ. അവളുടെ നോട്ടം കണ്ട് കാര്യം മനസ്സിലായ കാശി അപ്പുവിനെ കൈപിടിച്ച് ബാത്റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവിട്ടിട്ട് പറഞ്ഞു. അപ്പു ഒന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് കയറി വാതിലടച്ചു. കുറ്റിയിടല്ലേ അപ്പു? കാശി പുറത്തുനിന്ന് ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞു. അതിനും അകത്തുനിന്നൊരു മൂളൽ കേട്ടതും ഇപ്പോൾ അവളുടെ മുഖം ഇപ്പോൾ എങ്ങനെയാകും എന്നോർത്ത് കാശിക്ക് ചിരി വന്നു. ഇനി എൻ്റെ കൊച്ച് ദാ ഈ പടിയിലിരുന്ന് പല്ല് തേക്കണം. അപ്പോഴേക്ക് ഞാൻ വെള്ളം ചൂടാക്കി കൊണ്ടുവന്ന് തരാം കേട്ടോ. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നവളുടെ കയ്യിൽ പേസ്റ്റ് തേച്ച ബ്രഷ് പിടിപ്പിച്ച് അടുക്കളയുടെ പിന്നിലുള്ള തിണ്ണയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കാശി പറഞ്ഞു. വേദനിക്കും. ചുണ്ടു കൂട്ടിപ്പിടിക്കാതെ വിടർത്തി വെച്ച് കണ്ണൊക്കെ നിറച്ചുകൊണ്ട് പെണ്ണ് അവനെ നോക്കി. പല്ല് തേക്കണ്ടേ അപ്പൂട്ടന്? അവളുടെ മുഖം പിടിച്ചുയർത്തി അവൻ തിരക്കി. വേണം. വിതുമ്പിക്കൊണ്ട് അവൾ പറയെ അവൻ്റെ നെഞ്ചു പിടഞ്ഞു. എന്നാൽ ചുണ്ടിൽ തട്ടാതെ പതിയെ തേക്ക്. അവനാ നെറ്റിയിൽ മെല്ലെ ചുണ്ടൊന്ന് മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്ത നിമിഷം അവനെ കണ്ണു കോർപ്പിച്ച് ഒന്ന് നോക്കിയിട്ട് മുഖം വീർപ്പിച്ചിരുന്നു മെല്ലെ പല്ല് തേക്കാൻ തുടങ്ങി അപ്പു. ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ മടിയിലിരുന്ന് എൻ്റെ നെഞ്ചിലും കഴുത്തിലും മുഖം ചേർത്ത് വെച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 ഉമ്മയെങ്കിലും വാങ്ങിക്കൂട്ടിയിരുന്നവളുടെ ഇപ്പോഴത്തെ മുഖഭാവം കാണെ കാശിക്ക് ചിരിപൊട്ടിയെങ്കിലും കടിച്ചു പിടിച്ചു അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ അടുക്കളയിലേക്ക് പോയി. കഴിഞ്ഞോടാ? വായ കഴുകാനുള്ള ചൂടുവെള്ളവുമായി വന്ന കാശി തിരക്കി. പെണ്ണൊന്ന് മൂളി. എന്നാ പതിയെ കഴുകിക്കോ. അവൻ ചെറിയ കപ്പിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ വളരെ പതിയെ ചുണ്ടിൽ തട്ടാതെ വാ കഴുകി. എങ്കിലും ഇടയ്ക്കിടെ വേദനയോടെ അവൾ മുഖം ചുളിക്കുന്നത് കാശി കണ്ടു. ദാ ഈ ചായ കുടിച്ചോ. ഉഷ ആൻറ്റി കൊണ്ടുവന്നതാണ്. അപ്പുൻ്റെ പാകത്തിന് ചൂടാറ്റിയിട്ടുണ്ട് കേട്ടോ. കപ്പ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് കാശി പറഞ്ഞു. ഞാനിപ്പോൾ എങ്ങനെയാ ഇത് കുടിക്കുക? ചുണ്ടിൽ തട്ടും. എനിക്ക് വേദനിക്കും. പിങ്ങിക്കൊണ്ട് അവൾ കാശിയോട് പറഞ്ഞു. വായിൽ തട്ടാതെ ഒഴിച്ചു തരട്ടെ ഞാൻ? അവളുടെ അവസ്ഥ കാണെ അലിവോടെ കാശി തിരക്കി. എനിക്ക് വേണ്ട കാശിയേട്ടാ, കിടക്കാൻ തോന്നുന്നു. ക്ഷീണിച്ച മുഖത്തോടെ അവൾ അവനെ നോക്കി. ഈ ചായ ചൂടില്ലല്ലോ അപ്പൂട്ടാ, വായിലൊഴിച്ച് ഇത്തിരി കുടിച്ചു നോക്കിക്കേ. കാശി പെണ്ണിനോട് കെഞ്ചും പോലെ പറഞ്ഞു. അവൾ മെല്ലെ ഒന്ന് മൂളിക്കൊണ്ട് കാശി കുറേശ്ശെ ഒരു കപ്പിൽ ഒഴിച്ചു കൊടുത്ത ചായ പതിയെ കുടിച്ചു. മതി, ഇനി വേണ്ട. 3-4 തവണയായി അര ഗ്ലാസ് ചായ കുടിച്ചതും പെണ്ണ് മതിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി ഇഡ്ഡലി കഴിക്കാം അപ്പോ. അത് കഴിഞ്ഞ് വേണം മെഡിസിൻ കഴിക്കാൻ. കാശി ഗ്ലാസ് വാങ്ങി കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിപ്പോൾ വേണ്ട കാശിയേട്ടാ, വിശക്കുന്നില്ല. അപ്പോ മടിയോടെ അവനെ നോക്കി. ഇന്നലെ മുതൽ നീ നേരെ ചൊവ്വെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോ. മര്യാദയ്ക്ക് വന്ന് ആഹാരം
അവൾ കണ്ണുകൾ ഉയർത്തി മെല്ലെ തിരക്കി. തലയിൽ വെള്ളം കോരി ഒഴിക്കണ്ട, മേല് കഴുകിയിട്ട് തല നനഞ്ഞ തോർത്തുകൊണ്ട് തുടച്ചാൽ മതി. ദാ ഇവിടെയൊക്കെ കണ്ടോ, ബ്ലഡ് ഉണങ്ങിയിരിപ്പുണ്ട്. അവളുടെ ചെവിയുടെ സൈഡിലൊക്കെ തൊട്ട് കാശി പറഞ്ഞു. അവന്റെ ആ സ്പർശനത്തിൽ പെണ്ണ് വിറച്ചുകൊണ്ട് അവനെ നോക്കി. എന്നാൽ കാശി അവളുടെ തലമുടിയിലും കാതിനു പിന്നിലും അല്ലാതെ വേറെ എവിടെയെങ്കിലും ബ്ലഡ് ഉണങ്ങിപ്പറ്റിയിരിപ്പുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. എങ്കിലും എൻ്റെ സുരേട്ടാ, പൂച്ചയെപ്പോലെ പതുങ്ങിയിരുന്ന ആ ചെറുക്കൻ ഏട്ടത്തെ ഈ അവസ്ഥയിലാക്കിയല്ലോ. ഉച്ചയ്ക്ക് ഹേമയ്ക്ക് കഞ്ഞിയും മരുന്നും കൊടുത്തു അവർ മയങ്ങിയ നേരത്താണ് സരിത ഭർത്താവിനോട് പറഞ്ഞത്. എത്ര പാവമായാലും അവർക്ക് പ്രിയപ്പെട്ടവരെ നോവിച്ചാൽ ഇതാവും അവസ്ഥ. സുരേന്ദ്രൻ ആലോചനയോടെ പറഞ്ഞു. ആ, ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്തിനാ, കുറേ നാള് ഇനിയിപ്പോൾ അനിയത്തിക്ക് കൊണ്ടു നടക്കാനുള്ളത് കിട്ടിയല്ലോ. മയങ്ങിക്കിടക്കുന്ന ഹേമയെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് സരിത പറഞ്ഞു. ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ട് റൂമിലേക്ക് കയറി വന്ന കാശി പെണ്ണിന്റെ കിടപ്പ് കണ്ട് ചിരിയോടെ നിന്നുപോയി. ഒരു വശം ചരിഞ്ഞ് ഒരു കാല് ഉയർത്തി വെച്ച് വായ അല്പം തുറന്ന്. എന്റെ അപ്പൂട്ടാ, എന്തൊരു കിടപ്പാണ് പെണ്ണേ ഇത്. ഇടുപ്പിൽ കൈയും കുത്തി ആ കിടപ്പ് നോക്കി ഇത്തിരി നേരം നിന്നുപോയി കാശി. അപ്പൂവേ, അപ്പൂട്ടാ, എഴുന്നേൽക്കടാ, കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം. കുറച്ചു നേരം അവളുടെ ബോധമില്ലാത്ത കിടപ്പ് നോക്കി നിന്നിട്ട് ബെഡിൽ വന്നിരുന്ന് പെണ്ണിന്റെ മുഖമാകെ ഒന്ന് നോക്കിയിട്ട് കാശി അവളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. നേരം വെളുത്തോ കാശിയേട്ടാ? പെണ്ണ് ഉറക്കം മാറാത്ത കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനോട് തിരക്കി. എന്റെ അപ്പൂട്ടാ, നേരം ഉച്ചയായിട്ടേ ഉള്ളൂ കുഞ്ഞെ, കഴിക്കണ്ടേ എൻ്റെ അപ്പൂട്ടന്? കാശി മെല്ലെ അവളുടെ നെറ്റിയിലെ മുറിവിലും നീരിച്ച കൺപോളയിലുമൊക്കെ ചൂണ്ടുവിരൽ കൊണ്ട് ഒന്ന് തൊട്ടിട്ട് ചോദിച്ചു. തൊടാതെ പറഞ്ഞാൽ മതി. അവന്റെ കൈ പിടിച്ചു മാറ്റിയിട്ട് കാശിയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അപ്പു പതിയെ പറഞ്ഞു. അയ്യോടി, മുറിവിലൊന്ന് തൊട്ടു നോക്കിയതാണ് ഞാൻ. ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ മടിയിൽ കയറിയിരുന്ന് വിറച്ചവൾക്ക് ഇന്ന് ഞാൻ തൊടേണ്ട എന്ന്. ആദ്യം പെണ്ണ് പറയുന്നത് കേട്ട് ഒന്ന് ചമ്മിയെങ്കിലും കാശി മുഖത്ത് കുറെ പുച്ഛം വാരി വിതറിക്കൊണ്ട് അപ്പുവിനോട് പറഞ്ഞു. ഞാനോ? മടിയിലിരുന്നോ? എനിക്ക് ഓർമ്മയില്ല. അപ്പു ആലോചനയോടെ അവനെ നോക്കി. ആ, നിനക്ക് ഓർമ്മ കാണില്ല, നല്ല പനിയുണ്ടായിരുന്നു. നീ ഇങ്ങനെ പറഞ്ഞു കളയും എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുത്തു വെക്കുമായിരുന്നു. കാശി ചിരി ഒളിപ്പിച്ചുകൊണ്ട് പെണ്ണിനോട് പറഞ്ഞു. ശരിക്കും ഞാൻ കാശിയേട്ടൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ടുണ്ടാവോ? ആലോചനയോടെ മുഖം കുനിച്ചിരുന്നവൾ കണ്ണു മാത്രം ഉയർത്തി അവനെ ഒന്ന് നോക്കി. ഞാനേ അറിയാണ്ടിരുന്നതാണ്. വയ്യാതെ ആകുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെയാണ്. ചമ്മിയ ഒരു കുഞ്ഞു നോട്ടത്തോടെ അപ്പ പറഞ്ഞു. ആ, അത് തന്നെ ഞാനും പറഞ്ഞത്. നിനക്ക് വയ്യാതാകുമ്പോഴൊക്കെ തൊട്ടും തലോടിയും ഒക്കെ നോക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അവളുടെ പാറി പറന്നു കിടന്ന തലമുടിയൊക്കെ ചെവിക്ക് പിന്നിൽ ഒതുക്കി വെച്ചു കൊടുത്തിട്ട് കാശി പറഞ്ഞു. ആണോ കാശിയേട്ടാ? എന്നാലേ വയ്യാതെ ആവുമ്പോൾ മാത്രം തൊട്ടാൽ മതി. പെണ്ണ് കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് മെല്ലെ അവനെ നോക്കി. അങ്ങനെ തൊട്ടാൽ മതിയെങ്കിൽ മതി. നീ കള്ളനോട്ടം നോക്കാതെ എഴുന്നേറ്റ് വന്ന് കഞ്ഞി കുടിക്കും. കാശി ഇത്തിരി കിറവോടെ പെണ്ണിനോട് പറഞ്ഞു. കള്ളനോട്ടം ഒന്നുമല്ല, എൻ്റെ നോട്ടം നല്ലതാണ്. ഈശ്വര, ഈ ചതി എന്നോട് വേണമായിരുന്നോ? ഇതിൻ്റെ കൂടെ ഞാൻ എങ്ങനെ ഒരു കുടുംബം നടത്തുമോ ആവോ? കുറുമ്പോടെ പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറി പോകുന്ന അപ്പുവിനെ നോക്കി നിന്ന് കാശി ആത്മഗതിച്ചു. എങ്കിലും ഈ പിള്ളേര് ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ട്രിപ്പ് പോയല്ലോ. അപ്പോൾ ഇത്രയൊക്കെ സ്നേഹമേ അവർക്ക് എന്നോടുള്ളൂ എന്നല്ലേ? ആദിയും സോണിയും കൂടെ ട്രിപ്പ് പോയെന്ന് സുരേന്ദ്രൻ പറഞ്ഞറിഞ്ഞതും ഹേമ ഇടത് കൈകൊണ്ട് കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു. അതിന് പിള്ളേർ പോകാൻ തീരുമാനിച്ചത് ഇന്നലെ അല്ലല്ലോ നാത്തൂനെ. ഇപ്പോൾ പോകേണ്ടത് ഇപ്പോൾ തന്നെ പോകണം. അല്ലാതെ 2 or 3 മാസം കഴിഞ്ഞ് പോയിട്ട് എന്തിനാ? പിന്നെ ഇവിടെ ഞാനും സുരേട്ടനും അനന്തൻ ചേട്ടനും ഒക്കെ ഇല്ലേ? നാത്തൂൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ 3 കൂടി നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാണ് സോണി മോൾ പോകാൻ തയ്യാറായത്. ഹേമയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് സരിത പറഞ്ഞു. അവരുടെ വായിൽ നിന്ന് വീഴുന്ന കള്ളത്തരങ്ങൾ കേട്ട് അല്പം മാറിയിരിക്കുകയായിരുന്ന സുരേന്ദ്രൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ആ, സാരമില്ല, മക്കൾ പോയിട്ട് വരട്ടെ. ആലോചനയോടെ ഹേമ പറഞ്ഞു. എന്താ അപ്പോ, നീ കഴിക്കുന്നില്ലേ? രാവിലെ ഒരു ഇഡലി പോലും തികച്ചു കഴിച്ചിട്ടില്ല. വടിയെടുക്കണോ ഞാൻ? കാശി കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും ഓംലറ്റും വിളമ്പി വെച്ചിട്ട് മടിയോടെ മുഖം ചുളിച്ചിരിക്കുന്നവളെ തറപ്പിച്ച് നോക്കി ചോദിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ കേട്ടത്. ആരോ വന്നിട്ടുണ്ട് കാശിയേട്ടാ, അപ്പു മെല്ലെ അവനോട് പറഞ്ഞു. അതാരാണ് എന്നൊക്കെ ഞാൻ പോയി നോക്കാം. നീ മര്യാദയ്ക്ക് ഈ കഞ്ഞി സ്പൂണിൽ കോരി ചുണ്ടിൽ തട്ടാതെ കുടിക്കപ്പോ. ഒരൽപ്പം അയഞ്ഞാൽ പെണ്ണിന്ന് ആഹാരമേ കഴിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് കാശി ഒച്ച ഉയർത്തി. ഞാൻ കഴിച്ചോളാം, ദേഷ്യമൊന്നും വേണ്ട. സ്പൂൺ കയ്യിലെടുത്ത് പതിയെ പറഞ്ഞു അപ്പു. അവനൊന്ന് നീട്ടി മൂളിക്കൊണ്ട് വന്നത് ആരാണെന്ന് നോക്കാൻ പോയി. അച്ചച്ചാ, അച്ചമ്മേ, രണ്ടാളും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നോ? എന്നെ വിളിച്ചെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. ഇന്നലെ തീരെ വയ്യാതെ ഇരുന്നതല്ലേ അച്ചാച്ചന്? ഇന്നലെ അപ്പുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് തറവാട്ടിൽ ചെന്നതും ജഗന്നാഥൻ പ്രഷർ കൂടി ആശുപത്രിയിൽ പോകേണ്ടി വന്നു. അത് ഓർത്താണ് കാശി ചോദിച്ചത്. ശശി ഉണ്ടല്ലോ മോനെ, പിന്നെ നിന്നെ വിളിക്കാനെന്ന് അപ്പു ഒറ്റയ്ക്കാവില്ലേ? ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറുമ്പോൾ അയാൾ പറഞ്ഞു. അപ്പു എവിടെ മോനെ? കിടക്കുവാണോ കൊച്ച്?
ദേവകി ചുറ്റിനും നോക്കി അപ്പുവിനെ കാണാഞ്ഞിട്ട് തിരക്കി. കഴിക്കാൻ പിടിച്ചിരുത്തേക്കുക, അച്ചമ്മ വായോ. അപ്പുവിന്റെ മട്ടും ഭാവവും ഓർത്ത് ചുണ്ടിൽ തെളിഞ്ഞ ചിരിയോടെ കാശി പറഞ്ഞു. അമ്മമ്മേ, അപ്പൂപ്പ എന്നെ കാണാൻ വന്നതാണല്ലേ. രണ്ടാളെയും കണ്ട ഉടനെ സ്പൂൺ പ്ലേറ്റിൽ വെച്ചിട്ട് അപ്പു സന്തോഷത്തോടെ എഴുന്നേറ്റ് തിരക്കി. അവർ അങ്ങോട്ടല്ലേ അപ്പു വരുന്നത്, നീ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കഴിക്ക്. കാശി ഒച്ച ഉയർത്തി പറഞ്ഞത് മുഖം കുറിപ്പിച്ച് അവനെ നോക്കിയിട്ട് പെണ്ണ് അവിടെ തന്നെ ഇരുന്നു. ഈ പെണ്ണിന് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ ഇഷ്ടമല്ല മോനെ. രാത്രിയാണെങ്കിൽ ഇത്തിരി കഴിക്കും, അതാണ് കഴിക്കാതെ നോക്കിയിരിക്കുന്നത്. അപ്പുവിന്റെ മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് നോക്കിയിട്ട് അച്ചമ്മ പറഞ്ഞു. ഇവൾക്ക് ഇന്നലെ രാത്രി ഭയങ്കര പനിയായിരുന്നു അച്ചമ്മേ, അതുകൊണ്ടാണ് ഞാൻ കഞ്ഞി ഉണ്ടാക്കിയത്. അവൾക്കത് ഇഷ്ടമില്ലെന്ന് എനിക്ക് അറിയുകയുമില്ലായിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ളത് എന്താണ് എന്ന് ചോദിച്ചു മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വല്ലായ്മയോടെ അപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് കാശി പറഞ്ഞു. അമ്മമ്മ നിങ്ങൾക്ക് രണ്ടാൾക്കും കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ശശി ടേബിളിൽ കൊണ്ടുവച്ചിട്ട് പോയ ചോപ്പറിൽ നിന്നും ചോറും കറികളും കൊണ്ടുവന്ന പാത്രങ്ങൾ പുറത്തേക്ക് എടുത്തു വെച്ച് ദേവകി പറഞ്ഞു. അതില്ലേ അമ്മമ്മേ, എനിക്കേ ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ തോന്നുക. പിന്നെ എനിക്ക് ഓംലെറ്റ് ഇഷ്ടമല്ലേ, അതും ഉണ്ടല്ലോ. ഈ ചോറൊക്കെ ഞങ്ങൾ രാത്രി കഴിച്ചോളാം അല്ലേ കാശിയേട്ടാ. കാശിയുടെ വാടിയ മുഖം കാണി അവനെ വിഷമിപ്പിക്കാൻ തോന്നാതെ അവൾ ചെറുചിരിയോടെ തിരക്കി. അതിന് നേർമയിലൊന്ന് മൂളുമ്പോൾ അവൻ്റെ മുഖം തെളിഞ്ഞിരുന്നു. ആണോ, ഇഷ്ടമാണെങ്കിൽ പിന്നെ കുഞ്ഞു കുടിച്ചോ. അച്ചച്ചൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അപ്പു ചുണ്ടിൽ തട്ടാതെ കുറേശ്ശെ കഞ്ഞി സ്പൂണിൽ കോരി കുടിക്കാൻ തുടങ്ങി. അവളുടെ ആ ചെയ്തികളും അച്ചച്ചനോടും അച്ചമ്മയോടും സംസാരിക്കുമ്പോൾ ആ കുഞ്ഞു മുഖത്ത് തെളിയുന്ന കുറുമ്പുമൊക്കെ കണ്ണിമ ചിമ്മാതെ നോക്കി അവൾക്കരികിൽ തന്നെ കാശിയും ഉണ്ടായിരുന്നു.